സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രേക്ഷകർക്കറിയാം, കന്യാകുമാരി ജില്ലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ വീഡിയോകളിൽ പലതും ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ എൻ്റെ കേരളീയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. കന്യാകുമാരി ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് മാത്തൂർ തൊട്ടിപ്പാലം. തൊട്ടിപ്പാലം എന്ന വാക്ക് ഇവിടെ പ്രാദേശികമായി ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലൂം, FLUME ഫ്ലൂമാണ്. അതായത് തൊട്ടിപ്പാലം എന്നാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ മറ്റ് പദങ്ങൾ, മലയാള പദങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് കൃഷി ആവശ്യത്തിന് ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ജലം എത്തിക്കാനുള്ളൊരു പദ്ധതിയാണത്. ആദരണീയനായ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കെ കാമരാജ് സാറിൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കാണേണ്ടൊരു സ്പോട്ട് തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന കേരളീയരിൽ പലരും ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടാവാം. അവരും കമൻ്റ് ചെയ്യുക. ഈ സ്പോട്ട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത സുഹൃത്തുക്കൾ സൗകര്യപ്പെടുമ്പോൾ ഫാമിലിയായി തന്നെ വരിക, കാണുക, ആസ്വദിക്കുക. തമിഴ്നാട്ടിലെ മാർത്താണ്ഡം എന്ന പട്ടണത്ത് നിന്നും ഈ മാത്തൂർ എന്ന ഒരു ബസ് സർവീസ് ഉണ്ട്. അതിൽ ഈ സ്പോട്ടിൽ എത്താം നിങ്ങൾക്ക്. മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്നും മാത്തൂർ ബസ് പിടിച്ച് ഈ സ്പോട്ടിലെത്താം. പിന്നെ കുലശേഖരം എന്ന പട്ടണത്തിൽ നിന്നും മിനി ബസ്സും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രകൃതി രമണീയമായൊരു സ്പോട്ട് ആണ്. പിന്നെ ഈ പാലത്തിലൂടെയുള്ള ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളൊരു പാലത്തിലൂടെയുള്ള ആ ഒരു നടത്തം ഒരു സാഹസം നിറഞ്ഞത് തന്നെയാണ്. കുട്ടികളുമായിട്ടൊക്കെ നടക്കുന്നവർ കുട്ടികളെ വളരെ ശ്രദ്ധാപൂർവം കെയർ ചെയ്യുക. ചുറ്റും പിടിയൊക്കെ ഉണ്ട്. പാലത്തിന് ചുറ്റും മതിലുണ്ട്, പിടിയുണ്ടെങ്കിൽ പോലും ശ്രദ്ധാപൂർവം നടക്കുക. മറ്റൊന്ന്, ചില്ലറ ശാരീരിക വൈകല്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് തലച്ചുറ്റൽ പോലുള്ള ചില സ്വാഭാവിക വൈകല്യങ്ങളുള്ളവർ ഈ പാലത്തിലൂടെയുള്ള നടത്തം ഒഴിവാക്കണമെന്നും അനുഭവത്തിലൂടെ ഈ നാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ അതിൻ്റെ ദൃശ്യങ്ങളുടെ ധാരാളിത്തം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഈ വിവരണത്തിന് ശേഷം ഏതാനും കുഞ്ഞ് ക്ലിപ്പിങ്ങുകൾ ഈ തൊട്ടിപ്പാലത്തെക്കുറിച്ച് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ കാണാൻ പോണ പൂരം പ്രത്യേകിച്ച് വിവരിക്കാനുണ്ടോ എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ ഏതായാലും ഈ പാലം കാണാനെത്തുന്നു എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ വിശദ ചിത്രങ്ങൾ ചേർത്ത് നിങ്ങളെ ഞാൻ ആ ഒരു രസനീയത അല്ലെങ്കിൽ ആ ഒരു ജിജ്ഞാസ നശിപ്പിക്കുന്നില്ല. കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.